നമസ്കാരം. നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. താങ്കളൊരു ബിസിനസ്മാൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ള വ്യക്തിയാണെങ്കിൽ, തീർച്ചയായിട്ടും ഇപ്പോൾ പറയാൻ പോകുന്ന ഈ 6 കാറ്റഗറി ഓഫ് ആളുകളുമായി അധികം ഇന്ററാക്ഷന് പോകണ്ട, അല്ലെങ്കിൽ ഈ 6 തരത്തിലുള്ള ആളുകളുമായി ഇടയ്ക്കിടെ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം. കാരണം ബിസിനസ് ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ഒരു പുതിയ ഇന്നോവേറ്റീവായ കാര്യം ചെയ്യാനുള്ള ആ ഒരു മാനസികാവസ്ഥ, അതിനെ തകർത്ത് കളയാൻ കഴിവുള്ളവരാണ് ഇപ്പൊ പറയാൻ പോകുന്ന ഈ 6 കാറ്റഗറി ഓഫ് ആളുകൾ. 1, എനർജി ഡ്രെയിനേഴ്സ്. എനർജി ഡ്രെയിനേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയ ആശയം, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള സങ്കല്പം, അത് നടപ്പിലാക്കാനാണ് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നത്. അങ്ങനെ നമ്മളത് വളർത്തിയെടുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് എനർജി ഡ്രെയിനേഴ്സ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. ഇവരെ സംബന്ധിച്ച് ഇവർ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഭംഗിയായി ചെയ്യില്ല. അവർ ചെയ്യില്ല എന്ന് മാത്രമല്ല, ഭംഗിയായിട്ട് ചെയ്യുന്ന താങ്കളുടെ എനർജി മുഴുവൻ ഡ്രെയിൻ ചെയ്ത് കളയുകയും ചെയ്യും. അതായത് അവർക്ക് വിജയിക്കണം എന്നില്ല, പക്ഷേ താങ്കളെ വിജയിക്കാനോട്ട് അനുവദിക്കത്തുമില്ല. ഇതാണ് എനർജി ഡ്രെയിനേഴ്സ് എന്ന് പറയുന്ന വിഭാഗം. ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങൾ വളരെ പോസിറ്റീവായി പല കാര്യങ്ങളും ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നിങ്ങളെ അനാവശ്യമായി ടെൻസ്ഡ് ആക്കും, അല്ലെങ്കിൽ ടെൻഷൻ എടുപ്പിക്കും. അതേപോലെ തന്നെ ഈ ആളുകൾ നിങ്ങൾ എപ്പോഴും മോശക്കാരനാക്കി ചിത്രീകരിക്കും. എപ്പോഴും നിങ്ങളെ പുട്ട് യു ഡൗൺ, നിങ്ങളെ എപ്പോഴും താത്തി കിട്ടുന്ന ഒരു രീതിയായിരിക്കും ഇവരുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ എനർജിയൊക്കെ ഡ്രെയിൻ ആവാൻ അത് കാരണമാവും. ഒന്നല്ലെങ്കിൽ ഇത്തരക്കാരെ ഡീൽ ചെയ്യുന്ന സമയത്ത് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയാനുള്ള ഒരു പക്വത ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇത്തരക്കാരായിട്ടുള്ള ആളുകളെ അധികം ഡീൽ ചെയ്യാതിരിക്കുന്നതാണ് ഒരു ബിസിനസ്മാന് ബുദ്ധി. 2, ഫേക്ക് കോംപ്ലിമെന്റേഴ്സ്. വെറുതെ കോംപ്ലിമെന്റ് പറയുന്ന ആളുകൾ, എല്ലാ കാര്യത്തിനും കോംപ്ലിമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ശരിയായ കാര്യം ചെയ്താലും തെറ്റായ കാര്യം ചെയ്താലും എന്ത് ചെയ്താലും കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളുകൾ. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ഭംഗിയാവരുത് എന്നുകൂടിയാണ്. കാരണം എല്ലാ കാര്യത്തിനും കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ തെറ്റായ പല കാര്യം കൂടി നമ്മൾ ചെയ്യും. ആ തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു മണ്ടത്തരമൊക്കെ കാണിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുന്ന സമയത്ത് ഈ ആളുകൾ കൂടെ കാണത്തുമില്ല. അതുകൊണ്ട് ഫേക്ക് കോംപ്ലിമെന്റ്സ് പറയുന്ന ആളുകളെ ഒരുപാട് ഇഷ്ടപ്പെടാൻ പോകരുത്. ഒന്ന് ആലോചിക്കണം. പറയുന്ന കോംപ്ലിമെന്റ് ന്യായമാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം, താങ്ക് യു പറയാം. അതല്ല, നമ്മൾ തെറ്റായ കാര്യം ചെയ്യുമ്പോഴും നമ്മളെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. ഒരു ബിസിനസ്മാനെ സംബന്ധിച്ച് വേണ്ട, ഒരുപാട് ബിസിനസ്മാൻമാരെ സംബന്ധിച്ച് ഇവരൊക്കെ തന്നെ പലപ്പോഴും പൊളിഞ്ഞിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തെറ്റായ ഡിസിഷൻസ് എടുക്കുന്ന സമയത്തും ശിങ്കിടികളായിട്ടുള്ള കുറച്ച് ആളുകൾ ഇവര് ഫേക്കായ കോംപ്ലിമെന്റ്സ് കൊടുത്തുകൊണ്ടേയിരിക്കും. ഇദ്ദേഹം ചെയ്യുന്ന മണ്ടത്തരമാണെങ്കിലും ഇത് കൊള്ളാം, ഇതാണ് ഏറ്റവും നല്ലത് എന്ന് പറയും. അപ്പൊ ഇത്തരത്തിൽ ഫേക്ക് കോംപ്ലിമെന്റ്സ് നൽകുന്ന ആളുകളെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ തീർച്ചയായും അവരിൽ നിന്നും ഒഴിവായി നിൽക്കേണ്ടത് അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. 3, പെസിമിസ്റ്റ്. പെസിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതും നെഗറ്റീവായി മാത്രം കാണുന്ന ആളുകളാണ്. ഇവരെ സംബന്ധിച്ച് ഇവർ ലോകത്തിൽ കാണുന്ന എല്ലാ കാഴ്ചകളും ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലൂടെ, അല്ലെങ്കിൽ ഇവർ വച്ചിരിക്കുന്ന ഒരു കണ്ണാടി തന്നെ മോശമായ ഒരു കണ്ണാടിയാണ്. അതിലൂടെ കാണുന്ന എല്ലാ കാഴ്ചയും മോശമായിരിക്കും. അപ്പൊ ഇങ്ങനെ കാണുന്ന ആളുകളാണ് പെസിമിസ്റ്റ് ആയിട്ടുള്ള കാറ്റഗറി ഓഫ് ആളുകൾ എന്ന് പറയുന്നത്. ഈ ആളുകളായിട്ട് ഇടപെടാൻ നിന്നാൽ നമ്മുടെ എനർജി അവിടെ ഡ്രെയിൻ ആവും. ആദ്യം പറഞ്ഞ എനർജി ഡ്രെയിനേഴ്സിന്റെ തന്നെ മറ്റൊരു വേർഷൻ ആണ് പെസിമിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗം. എന്തിനേയും സ്കെപ്റ്റിക്കലായി, എന്തിനേയും നെഗറ്റീവായി മാത്രം കാണുകയും അങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ. നിങ്ങൾ വലിയ ആഗ്രഹങ്ങളോടുകൂടി ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇവരുമായിട്ടാണ് അസോസിയേഷൻ എങ്കിൽ, ഇവരോടാണ് ഇടപെടുന്നതെങ്കിൽ തീർച്ചയായും ഉറപ്പാണ് നിങ്ങളുടെ മാനസികാവസ്ഥ തകരാൻ അതിനപ്പുറത്തേക്ക് മറ്റൊന്നും വേണ്ട. ഇത്തരക്കാരായ ആളുകളെ ഡീൽ ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ അവരെ ഡീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇത്തരക്കാരെ ഒഴിവാക്കാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് കാണിക്കുക. ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ബിസിനസിനെ ക്രൂഷ്യലായി അഫക്റ്റ് ചെയ്യും. 4, ക്രിട്ടിസൈസേഴ്സ്. ഏതിനും വിമർശനം മാത്രം പറയുന്ന ആളുകൾ. നിങ്ങൾ നന്നാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, എപ്പോഴും ക്രിറ്റിസിസം ആണ്. നിങ്ങൾ നല്ല കാര്യം ചെയ്യുകയാണെങ്കിലും മോശം കാര്യം ചെയ്താലും എന്ത് ചെയ്താലും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആവേശത്തിലായിരിക്കും നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. ഈ ക്രിട്ടിക്കലായി കാണുന്ന ആളുകൾ എല്ലാത്തിനെയും ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ഈ പറയുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്യേണ്ടതല്ലല്ലോ. ഈ പറയുന്ന ക്രിറ്റിസിസം ഒക്കെ ഇട്ട് കഴിയുമ്പോഴേ നമ്മൾ ആഗ്രഹിച്ച് ചെയ്യാൻ പ്ലാൻ ചെയ്ത പലതും വേണ്ടാന്ന് വെച്ച് കളയും. അങ്ങനെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസിനെ അത് അഫക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും ക്രിറ്റിസിസം മാത്രം പറയുന്ന ആളുകളായിട്ട് അധികം ഇടപെടാൻ നിൽക്കണ്ട. അവർ പറയുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ക്രിറ്റിസിസം ആണെങ്കിൽ 2 കൈ നീട്ടിയാൽ സ്വീകരിക്കാം. നമുക്കത് ചെവിയിലോടെടുത്ത് തലച്ചോറിലെടുത്ത് വേണ്ട മാറ്റം വരുത്താം. അതല്ല, എല്ലാ കാര്യങ്ങൾക്കും ക്രിറ്റിസൈസ് ചെയ്യുകയാണെങ്കിൽ, യാതൊരു ന്യായമില്ലാത്ത കാര്യത്തിനും ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരെ നിങ്ങൾ ഒന്നിലെ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ മാനേജ് ചെയ്യാനായിട്ടുള്ള പക്വത കാണിക്കുക. കാരണം ഇവർ നിങ്ങളുടെ തലച്ചോറിനെ ആകെ മോശമാക്കി മാറ്റും. 5, മാനിപ്പുലേറ്റേഴ്സ്. മാനിപ്പുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തെറ്റായ പല ആശയങ്ങളും ശരിയാണെന്ന് വരുത്തി തീർത്താൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന ആളുകൾ. നിങ്ങൾ വൃത്തിയായിട്ട് ബിസിനസ് ചെയ്തു പോകായിരിക്കും, നിങ്ങൾ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോകായിരിക്കും, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന രീതി തെറ്റാണെന്നും ആ രീതി മാറ്റണമെന്നും ഒക്കെ പറഞ്ഞ് ഇവരുടെ മാനിപ്പുലേഷൻ കേൾക്കുമ്പോൾ, ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും നിലവിൽ ചെയ്യുന്ന രീതിയിൽ എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇത് ഓഷോ പറഞ്ഞ രസകരമായ ഒരു കഥയുണ്ട്. അതിങ്ങനെയാണ്:
ഒരിക്കല് ഒരു വശത്തായിട്ട് ഒരു തവള ഇരിക്കുന്നുണ്ട്. ഈ തവള പ്രത്യേകിച്ച് പണിക്കൊന്നും പോയില്ല, വെറുതെ അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് അതുവഴി ഇങ്ങനെ ഒരു അട്ട പോകുന്നുണ്ട്, മൂവ് ചെയ്തു. ഈ അട്ട പോണ സമയത്ത് ഒരു പണിയും ചെയ്യാത്തത്, അട്ട എന്നും രാവിലെ തൊട്ട് വൈകിട്ട് ഇങ്ങനെ പോകുന്ന വ്യക്തിയാണ്, പണിക്ക് പോകുന്ന വ്യക്തിയാണ്. എന്നാൽ ഈ തവളയാവട്ടെ പ്രത്യേകിച്ച് ഒരു പണിക്കും പോകാതെ എല്ലാവരും കമന്റ് അടിച്ച് അവിടെ ഇരിക്കുന്ന ആളാണ്. ഈ തവള അട്ടയെടുത്ത് ചോദിക്കുകയാണ്, അല്ലയോ അട്ടച്ചാരെ, താങ്കൾക്ക് 100 കാലില്ലേ? ഈ 200 കാല് വെച്ച് എങ്ങനെയാ നടക്കണത്? ഇവിടെ 4 എണ്ണം ഉണ്ടായിട്ട് തന്നെ ഞാൻ ഇവിടെ കഷ്ടപ്പെടുകയാണ്. അപ്പൊ 200 കാലുള്ള താങ്കൾ എങ്ങനെയാണ് നടക്കണത്? ഈ കാലെങ്ങാനും കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നടക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇത് കേട്ടോടുകൂടി അട്ടവണ മടങ്ങിക്കിടന്നു. പിന്നെ ആ അട്ട ജീവിതത്തിൽ നടന്നിട്ടില്ല. ഇതേപോലെയാണ് മാനിപ്പുലേറ്റേഴ്സ്. അതായത് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുകയും നമുക്കില്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കി തരികയൊക്കെ ചെയ്തിട്ട് അവസാനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഭംഗിയായിട്ട് ചെയ്യാണ്ടോ. അപ്പൊ മാനിപ്പുലേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുമായി ഡീല് ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി. നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 1-2 എക്സ്പീരിയൻസ് കഴിയുമ്പോൾ കൃത്യമായി അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ള മാനിപ്പുലേറ്റേഴ്സിന്റെ അടുത്ത് നിന്ന് പെട്ട് കഴിഞ്ഞാലും അവിടെ നിന്ന് കവർ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. 6 വിക്ടിം എന്ന് പറയുന്ന സ്റ്റാൻഡ് എടുക്കുന്ന ആളുകളുണ്ട്. എന്റെ ജീവിതം എങ്ങനെയായിപ്പോയി, അതായത് അവർ ജീവിതത്തിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ പരാജയപ്പെട്ടിട്ടുണ്ട്, അവിടെ നിന്ന് വിജയിക്കാൻ വീണ്ടും അവർ പരിശ്രമിച്ചിട്ടില്ല, പരിശ്രമിക്കാത്തതുകൊണ്ട് പരാജയപ്പെട്ടിരിക്കുന്ന കാറ്റഗറിയാണ്. അവരാണ് വിക്ടിംസ് എന്ന് പറയുന്നത്. സ്വന്തമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പരാജിതനാണ്, ഞാൻ പരാജയപ്പെട്ടിരിക്കുകയാണ്, എനിക്ക് വിജയിക്കാൻ പറ്റില്ല, ഇത് തന്നെ പറയുന്ന ആളാണ്. എന്താ കുഴപ്പം? ഇവരെ സംബന്ധിച്ച് ഇവർ പരാജിതനായതുകൊണ്ട് തന്നെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ പരാജയപ്പെടുന്നുള്ള പേടി ഇവർക്കുണ്ട്. ഈ ആശങ്കയാണ് നമ്മുടെ അടുത്ത് അവർ അവതരിപ്പിക്കുന്നത്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. അതായത് നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന സമയത്ത് ഇദ്ദേഹം വന്ന് പറയും, ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ പോക്കാം, എല്ലാ ബിസിനസ്സും പൊളിഞ്ഞിട്ടേ ഉള്ളൂ, ഒരു ബിസിനസ്സും നന്നായിട്ട് വന്നിട്ടില്ല. ഇവര് വിക്ടിം ലാംഗ്വേജിലായിരിക്കും സംസാരിക്കണം. അപ്പൊ നമ്മളിത് കേട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലച്ചോറിലേക്ക് നല്ല മനോഹരമായ ഒരു കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയറിന്റെ അകത്തേക്ക് വൈറസ് കയറ്റി വിടുന്ന പോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വിക്ടിം ലാംഗ്വേജ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളെ ബിസിനസ്സുകാരനാണ് താങ്കളെങ്കിൽ ഡീൽ ചെയ്യാൻ നിൽക്കണ്ട. കാര്യം അത്തരക്കാരെ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ പറഞ്ഞ ഈ 6 കാറ്റഗറി പെടുന്ന കസ്റ്റമേഴ്സിനെ നമുക്ക് കാണേണ്ടി വരും. അവരെ നമ്മൾ ഡീൽ ചെയ്തേ പറ്റൂ. നമ്മുടെ ബിസിനസിന്റെ ഒരു ആവശ്യകതയാണ് നമ്മൾ ഡീൽ ചെയ്തേ പറ്റൂ. അവിടെ ബുദ്ധിപരമായി സ്ട്രാറ്റജൈസ് ചെയ്ത് ഡീൽ ചെയ്യുകയും അറ്റ് ദ സെയിം ടൈം കസ്റ്റമേഴ്സ് അല്ലാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് ഈ രീതിയിലുള്ള ഇൻപുട്സ് തന്ന് നമ്മുടെ മുന്നോട്ടുള്ള ചലനത്തെ പുറകിൽ നിന്ന് വലിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യാനും അവരെ മാനേജ് ചെയ്യാനും നമ്മൾ പഠിച്ചേ പറ്റൂ. ഇപ്പോൾ പറഞ്ഞ ഈ 6 കാറ്റഗറി അല്ലാതെ വേറെ ഏതെങ്കിലും കാറ്റഗറി നമ്മുടെ ബിസിനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന, നമ്മൾ എന്തെങ്കിലും ഒരു ഇനീഷ്യേറ്റീവായി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളെ പുറകിൽ നിന്ന് വലിക്കുന്ന വേറെ ഏത് കാറ്റഗറി ഉള്ളതെന്ന് താങ്കൾക്ക് അറിയാമെങ്കിൽ ആ കാറ്റഗറി ഏതാണ് എന്ന് വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്ത് അറിയിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ വീഡിയോയോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് ഐ എഗ്രി YIA എന്ന് ടൈപ്പ് ചെയ്യുക. യെസ് ഐ എഗ്രി. ഇല്ലെങ്കിൽ ഡിസഗ്രി എന്ന് തന്നെ ടൈപ്പ് ചെയ്യുക. ഡിസ്എഗ്രി, ഞാൻ എഗ്രി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഡിസഗ്രി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. രണ്ടായാലും പിണക്കൊന്നുമില്ല. രണ്ടാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം വാല്യുബിൾ ആണ്. ആ വാല്യുബിൾ ആയ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണം. ഇതേപോലുള്ള മോട്ടിവേഷണലായ, ഇൻസ്പിറേഷണലായ, സെൽഫ് ഡെവലപ്മെന്റിന് സഹായിക്കുന്ന വീഡിയോസ് കാണുന്നത് താങ്കൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അവിടെയുള്ള ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ വെരി ബെസ്റ്റ്. NK signing off. ഇന്നത്തെ സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് വളരെയധികം ഭാഗ്യമുണ്ട്. അതായത് സാധാരണ ഒരു ട്രെയിനിങ്ങിനേക്കാൾ വ്യത്യാസം ഇതിനകത്ത് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് തന്നെ നമ്മളുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ ചെയ്യാമെന്ന് ഒരു മാർഗനിർദ്ദേശം ഡിമോയിലൂടെ കാണിച്ചു തരാൻ സാധിച്ച ഒരു പ്രോഗ്രാം ആയിരുന്നു. തിരിച്ചൊരു ടേക്ക് ഓഫ് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ പമ്പ് ചെയ്യുന്ന കുറെ ഡിസിഷൻസ് ഇവിടെ നിന്ന് എനിക്ക് എടുക്കാനായിട്ട് കഴിയും. നമ്മളിലെ ക്വാളിറ്റി, സെയിൽസ്മാൻ എന്ന് പറയുന്ന ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിപ്പിക്കേണ്ടതിന്റെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാലമാണ്. അതിന് എന്താണെങ്കിലും ഇദ്ദേഹത്തിന്റെ നവീൻ സാറിന്റെ പ്രോഗ്രാം വളരെയധികം ഗുണം ചെയ്തു. ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് സാർ ഈ എഴുതിയിരിക്കുന്ന വാക്കുകൾ ശരിക്കും എനിക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ട്, ട്രാൻസ്ഫോമഡ് ആയിട്ടുണ്ട്. അതിന് നവീൻ സാറിനോട് ഏറെ നന്ദി പറയുന്നു.